SNDP കൊട്ടാരക്കര യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 5 കോടി രൂപ മൈക്രോ ഫിനാൻസ് വായ്പ വിതരണം ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് അമ്പലക്കര മൈതാനത്ത് നടന്ന മേള SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈഴവ സമുദായം സകല മേഖലകളിലും അവഗണന നേരിടുകയാണെന്നും മതേതരത്വം നിലവിലുണ്ടെങ്കിലും അത് കടലാസുകളിൽ മാത്രമാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ സംഘടന മലബാർ പ്രദേശത്ത് ശക്തമല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള ന്യായങ്ങളും കിട്ടാത്ത രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ പോവുകയുണ്ടായി. ഇന്ന് IAS, IRS, IPS കോഴ്സുകൾ പഠിക്കുവാൻ വേണ്ടി ക്രിസ്ത്യൻ സമുദായത്തിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും കുട്ടികൾക്ക് കേരള സർക്കാരിന്റെ ചെലവിൽ ഇന്ന് ചെലവാക്കി അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിന്റെ ബോർഡ് ഞാൻ വായിക്കുകയുണ്ടായി. അതെന്താണ് എഴുതി വെച്ചെങ്കിൽ മനസ്സിലാക്കണം. അതായത് ഗവൺമെന്റ് മാപ്പിള സ്കൂൾ എന്നാണ്, ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂൾ. അതായത് 51% മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അപ്പൊ തന്നെ അതിന്റെ പേര് മാറ്റണം. എന്താണെന്ന് അറിയാമോ? മാപ്പിള ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പേരിടണമെന്നാണ് കേരളത്തിലെ സർക്കാർ തീരുമാനമെടുത്ത് നടപ്പിലാക്കി എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര യൂണിയൻ പ്രസിഡന്റ് സതീഷ് സത്യപാലൻ അധ്യക്ഷനായി. മൈക്രോ ഫിനാൻസ് നൽകുന്നതിന് ധനലക്ഷ്മി ബാങ്കിന്റെ കൊട്ടാരക്കര ശാഖയാണ് 5 കോടി രൂപ അനുവദിച്ചത്. SNDP യോഗത്തിലെ ദശലക്ഷക്കണക്കിന് നിർധന കുടുംബങ്ങളെ നിത്യദാരിദ്ര്യത്തിൽ നിന്നും കടക്കെണിയിൽ നിന്നും ശാശ്വതമായി രക്ഷിക്കുന്നതിനാണ് മൈക്രോ ഫിനാൻസ് വായ്പാ പദ്ധതി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ധനലക്ഷ്മി ബാങ്ക് സോണൽ ഹെഡും ഡെപ്യൂട്ടി ജനറൽ മാനേജറുമായ M. മുരളീധരൻ, യോഗം കൌൺസിലർ P. സജീവ് ബാബു, സെക്രട്ടറി P. സുന്ദരേശൻ, യൂണിയൻ സെക്രട്ടറി G. വിശ്വംഭരൻ, വൈസ് പ്രസിഡന്റ് P. K. സോമരാജൻ, യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി V. മുത്തുകുമാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.